ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചക്കയടയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ. ഞാനിവിടെ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണ്. അത് നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്യാം. വേറൊന്നും ഉണ്ടല്ല, നമ്മൾ കുക്കറിലൊന്ന് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരും കുക്കറിൽ ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കൂടണ്ട, കാരണം ചക്ക വേവിക്കുമ്പോൾ ഓൾറെഡി അതിൽ നിന്ന് വെള്ളം വരും. പിന്നെ വെള്ളം ഒഴിച്ചില്ലെന്ന് വെച്ചാൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നത്. കുക്കർ അടച്ച് വെച്ച് നമുക്ക് 2-3 വിസിൽ വരെ ചക്ക വേവിച്ചെടുക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുതേ. ഇപ്പോൾ നമ്മുടെ ചക്ക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു വേറൊരു പാത്രം ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഞാനൊരു 3 വലിയൊരു കയ്യിൽ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല വറുത്ത അരിപ്പൊടി. നിങ്ങൾ ചക്കട ഉണ്ടാക്കുമ്പോൾ വറുത്ത അരിപ്പൊടി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നതാണ് ശർക്കര. ഞാനിവിടെ ശർക്കര ഓൾറെഡി ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശർക്കര ഒഴിക്കുമ്പോൾ നല്ല ചൂടുള്ള ശർക്കര തന്നെ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാലേ നമ്മുടെ ബാറ്റർ നല്ലതുപോലെ കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ശർക്കര ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ചുക്കാണ് വേണ്ടത്. ചുക്കിൻ്റെ പൊടി ഏലക്കാപ്പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ചുക്കിൻ്റെ പൊടിയൊക്കെ നമ്മുടെ ചക്കടയിലേക്ക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളിതൊന്നും സ്കിപ്പ് ചെയ്യരുത്. എന്നാലേ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ചക്കട ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇടുന്നത് നമ്മുടെ ചക്കട കടിക്കുമ്പോൾ ഒരു തേങ്ങയുടെ ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ പിന്നെ അരമുറി തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ചിരകിയതും തേങ്ങാക്കൊത്തൊക്കെ നമ്മുടെ ചക്കടയിലേക്ക് വരുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മളിതിനകത്ത് കൈ വെച്ചതിന് നല്ലതുപോലെ കുഴച്ച് കൊടുക്കാം. ഞാനിവിടെ ചക്കട വെച്ച് കൊടുക്കുന്നത് വാഴയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാഴയിലേക്ക് ഇതുപോലെ ചക്കട മിക്സ് ആക്കിയിട്ട് നമ്മൾ കൈ വെച്ച് ഇങ്ങനെ പരത്തി കൊടുക്കണം. പരത്തിയതിന് ശേഷം ഇതുപോലെ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. വാഴയില അല്ലാണ്ട് പിന്നെ നമുക്ക് കറുകപ്പട്ടില്ലേ, അതിൻ്റെ ഇലയിൽ ഇതുപോലെ ചെയ്തെടുക്കാം. കറുകയുടെ ഇലക്ക് ഒരു പ്രത്യേക മണമാണുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചക്കടക്ക് അതേ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറുകയുടെ ഇലയുടെ ഉള്ളിലേക്കും കൂടി ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. നമ്മുടെ ചക്ക നമുക്ക് വേവിച്ചെടുക്കാം. അതിലൊരു ഇഡ്ഡലി ചെമ്പ് വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളത്തിലേക്ക് നമുക്ക് കറുകയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. കറുകയുടെ ഇല ഇട്ട് കൊടുക്കുന്നത് ആവി വരുമ്പോൾ നമ്മുടെ ചക്കടക്ക് ആ സ്മെല്ല് കിട്ടാനായിട്ടാണ്. കറുകയുടെ ഇലക്ക് നല്ലൊരു സ്മെല്ല് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചക്കട കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതിനാണ് ചക്ക വേവിക്കുമ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് കറുകയുടെ ഇല ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചക്കട ഓരോന്ന് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10-20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാൻ വേണം. അപ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ചക്കട നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കും. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ചക്കട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചക്കട ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം. ബായ്.